നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. റോഡ് അപകടങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. സുരക്ഷയും റോഡ് നിയമങ്ങളും ശക്തമാണെങ്കിലും പലപ്പോഴും അശ്രദ്ധ മൂലം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ നിരത്തുകളിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും ജീവൻ രക്ഷിക്കാൻ തടസ്സമാകുന്നത് കൃത്യസമയത്ത് ലഭിക്കേണ്ട ചികിത്സയും അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പുതിയ വിപ്ലവകരമായ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതാണ് PM റാഹത്ത് സ്കീം. 2026 ഫെബ്രുവരി 14 പ്രണയദിനത്തിൽ ഇന്ത്യ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് PM റാഹത്ത് സ്കീം. PM റാഹത്ത് എന്നത് റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വർഡ് ട്രീറ്റ്മെന്റ് എന്നാണ്. ഇന്ത്യൻ നിരത്തുകളിൽ ഇനിയൊരു ജീവൻ നഷ്ടമാകാതിരിക്കാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതുവഴി റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം ഉറപ്പാക്കും. അപകടങ്ങളിൽ പെടുന്നവർ എത്ര നേരത്തെ ആവശ്യമായ ചികിത്സ ലഭിക്കുന്നു എന്നത് പ്രധാനമാണ്. നിലവിൽ സാമ്പത്തിക കാരണങ്ങളാൽ അപകടത്തിൽപ്പെടുന്ന പലർക്കും ചികിത്സ വൈകുന്ന സാഹചര്യമുണ്ട്. ഇത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉറപ്പാക്കുന്ന PM റാഹത്ത് സ്കീം സർക്കാർ നടപ്പാക്കിയത്. ഒരു അപകടത്തിന് ശേഷമുള്ള ആദ്യ മണിക്കൂർ വളരെ നിർണായകമാണ്. ഈ മണിക്കൂറിനെ ഗോൾഡൻ ഹവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ സമയത്ത് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ PM റാഹത്ത് സ്കീമിന് സാധിക്കും. എന്താണ് PM റാഹത്ത് സ്കീം? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്രം അവതരിപ്പിച്ച ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതിയാണിത്. ആളൊന്നിന് 1.5 ലക്ഷം രൂപ വരെ പണരഹിത വൈദ്യ ചികിത്സയ്ക്ക് അർഹതയുണ്ടാകും. അപകട തീയതി മുതൽ 7 ദിവസം വരെയുള്ള ആശുപത്രിവാസവും സാമ്പത്തിക സഹായത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലുടനീളം പദ്ധതിക്ക് സാധുതയുണ്ട്. ഇരകളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ തന്നെ പദ്ധതി ലഭ്യമാകും. റോഡ് അപകടങ്ങളിൽ പെടുന്ന ഇരകളുടെ ജീവനാകും മുൻഗണന നൽകുക. അപകടശേഷം എത്രയും വേഗം ചികിത്സ നൽകുന്നതാണ് ലക്ഷ്യം. ചികിത്സ തുടങ്ങുന്നതിന് പോലീസിന്റെ നടപടിക്രമങ്ങൾക്കായി കാത്തു നിൽക്കേണ്ടതില്ല. സ്റ്റെബിലൈസേഷൻ നടപടികൾക്കാകും മുൻതൂക്കം നൽകുന്നത്. ജീവന് ഭീഷണിയില്ലാത്ത കേസുകളിൽ 24 മണിക്കൂർ വരെയും ജീവന് ഭീഷണിയുള്ള കേസുകളിൽ 48 മണിക്കൂർ വരെയും മോണിറ്ററിംഗ് ഉറപ്പാക്കുന്നു. അപകടത്തിൽപ്പെടുന്നവർക്കോ സഹായത്തിനെത്തുന്നവർക്കോ ആയി 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറും സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്തുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ, ആംബുലൻസ് സഹായം എന്നിവയ്ക്കായി ഈ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗപ്പെടുത്താം. പദ്ധതിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. അപകടത്തിൽപ്പെടുന്ന ആളുകൾക്കുള്ള ചികിത്സയും മറ്റു നടപടികളും എളുപ്പമാക്കുന്നതിന് ഇലക്ട്രോണിക് ഡീറ്റെയിൽ ആക്സിഡന്റ് റിപ്പോർട്ടിനെ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കും. മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ടിൽ നിന്നാകും ചികിത്സാ ചെലവ് അനുവദിക്കുക. ഇൻഷുറൻസ് ഉള്ള വാഹനങ്ങളുടെ കേസിൽ ചെലവ് ഇൻഷുറൻസ് കമ്പനികൾ വഹിക്കും. ഹിറ്റ് ആൻഡ് റൺ ഇൻഷുറൻസ് ഇല്ലാത്ത കേസുകളിൽ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കും. അംഗീകൃത ക്ലെയിമുകൾ 10 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കും. ആശുപത്രികളെ തടസ്സമില്ലാതെ പരിചരണം നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ അതിവേഗ സെറ്റിൽമെന്റ് വിൻഡോ. പദ്ധതിയുടെ മികച്ച നിർവഹണത്തിനായി ജില്ലാ തലത്തിൽ ഒരു നോഡൽ ഓഫീസർ ഉണ്ടാകും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ റോഡ് സേഫ്റ്റി കമ്മിറ്റിയാകും ഈ ഓഫീസറെ തീരുമാനിക്കുക. ഇരകളുടെ പരാതികൾ കേൾക്കുകയും പരിഹാരം കാണുകയും ചെയ്യുക ഈ ഓഫീസർ ആയിരിക്കും. നാഷണൽ ഹെൽത്ത് ഏജൻസിക്കാകും പദ്ധതിയുടെ ചുമതല. ഇത്തരം കേസുകൾ ഹോസ്പിറ്റലുകൾ ഡിജിറ്റലായി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യും. ക്യാഷ്ലെസ് ക്ലെയിം ഉറപ്പാക്കുന്നതിന് പോലീസ് ഇവ ഒന്നെങ്കിൽ 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. ഓരോ മനുഷ്യജീവനും വിലയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് PM റാഹത്ത് പദ്ധതി പിറവിയെടുക്കുന്നത്. അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടക്കുന്ന ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഇനി ആർക്കും ഭയപ്പെടേണ്ടതില്ല. സാമ്പത്തിക തടസ്സങ്ങൾ കാരണം ഇനി ഒരു ജീവനും നിരത്തുകളിൽ നഷ്ടമാകില്ല എന്ന ഉറപ്പും പദ്ധതി നൽകുന്നുണ്ട്. വാഹനങ്ങളുമായി റോഡിലിറങ്ങുന്നവർ ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് അപകടങ്ങൾ ഒഴിവാക്കാൻ സ്വയം ശ്രമിക്കണം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.